എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വിന്നേഴ്സ് ആൻഡ് ടെക് ക്ലാസ്സസ്. ഞാൻ സൂരജ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള PSCയുടെ ഫിറ്റർ യോഗ്യതയായിട്ടുള്ള എക്സാംസുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ MCQ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ചോദ്യം ഞാൻ വായിക്കാം. ചോദ്യം: ഗ്യാപ്പ് ബിറ്റ്വീൻ ടു മേറ്റിംഗ് സർഫസ് ഈസ് ചെക്ക്ഡ് ബൈ. നമുക്കറിയാം നമ്മളുടെ ആ ഒരു ഗ്യാപ്പ്, പല മേറ്റ് ചെയ്യുന്ന സർഫസുകൾക്കിടയിലുള്ള ഗ്യാപ്പുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത്? അപ്പൊ മെഷറിംഗ് ആൻഡ് മാർക്കിംഗ് ഇൻസ്ട്രുമെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്: 1 റേഡിയസ് ഗേജ് കൊടുത്തിട്ടുണ്ട്, 2 ഫീലർ ഗേജ് കൊടുത്തിട്ടുണ്ട്, 3 സ്നാപ്പ് ഗേജ്, 4 സെന്റർ ഗേജ്. അപ്പൊ അത്തരത്തിൽ 4 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം റേഡിയസ് ഗേജ്, ഫീലർ ഗേജ്, സ്നാപ്പ് ഗേജ്, സെന്റർ ഗേജ്. അപ്പൊ ഇത്തരത്തിൽ ഗേജസ് എന്ന് പറഞ്ഞ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതായിരിക്കും ഉത്തരം വരുന്നുണ്ടാവാം? സോ ഇവിടെ നമുക്ക് നിസ്സംശയം പറയാം, നമുക്ക് ഫീലർ ഗേജ് ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരാം. ഏതാണ്? ഫീലർ ഗേജ്. അപ്പൊ ഫീലർ ഗേജ് എന്താണെന്നുള്ള ഐഡിയ നമുക്ക് വേണം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഫീലർ ഗേജുമായി ബന്ധപ്പെട്ട് മറ്റ് ചോദ്യങ്ങൾ ഏത് രീതിയിൽ വരാം, അല്ലെങ്കിൽ ഏതൊക്കെ പോയിന്റുകൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. ആദ്യമേ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ഫീലർ ഗേജ് എന്ന് പറയുന്നത്. അപ്പൊ ഗേജ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, അത് ചെക്ക് ചെയ്യാനേ പറ്റുള്ളൂ. അതാണ് ഈ ഗേജ് എന്ന് പറയുന്ന ആ ഒരു ടേം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തിൽ കാണുന്ന കുറേയധികം ബ്ലേഡ്സുകൾ ഉണ്ടാവും. അപ്പൊ ബ്ലേഡ്സിന്റെ ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ 2, 1.09, 0.08 നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ അത്തരത്തിൽ നിരവധി ബ്ലേഡുകളുടെ ഒരു ഗ്രൂപ്പാണ് നമുക്ക് ആ ഒരു മൊത്തത്തിൽ ആ ഒരു ഗേജ് അല്ലെങ്കിൽ ആ ഒരു ഫീലർ ഗേജ്. നമുക്ക് പറയാം IC എഞ്ചിന്റെ ആ ഒരു പിസ്റ്റൺ അല്ലെങ്കിൽ സിലിണ്ടർക്കിടയിലുള്ള ആ ഒരു ഗ്യാപ്പ് ഒക്കെ മെഷർ ചെയ്യുന്നത് എന്താണ്? മറ്റൊരു ചോദ്യം തന്നെയാണിത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് നമുക്ക് ഫീലർ ഗേജ് യൂസ് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കാം. സോ ഫീലർ ഗേജ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് സ്റ്റീൽ ബ്ലേഡ്സ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഏത് ബ്ലേഡ് ആണ്? അവിടെ ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് അല്ലെ. അതായത് ഹാർഡ്നെസ് കിട്ടാൻ വേണ്ടി നമ്മൾ കൊഞ്ചിങ് എന്ന് പറയുന്ന പ്രോസസ്, അപ്പൊ ഹാർഡനിങ് എന്ന് പറയുന്ന പ്രോസസ് ചെയ്തതിനു ശേഷം അവിടെ ഉണ്ടാവുന്ന ബ്രിട്ടിൽനെസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ടെമ്പറിംഗ് എന്ന് പറയുന്ന മറ്റൊരു ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് മിക്ക ടൂളുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് സ്റ്റീൽ ബ്ലേഡ്സുകളാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. സ്റ്റീൽ ബ്ലേഡ്സുകളാണ്, ബേസിക്കൽ ആയിട്ടുള്ള സ്റ്റീൽ ബ്ലേഡ്സുകൾ തന്നെയാണെന്ത് നമ്മളുടെ ആ ഒരു ഫീലർ ഗേജ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ തിക്നെസ് എന്ത് ചെയ്യുന്നുണ്ടാവും? വേരി ചെയ്യുന്നുണ്ടാവും. വേരിയിങ് ദ തിക്നെസ്. അപ്പൊ തിക്നെസ് വേരി ചെയ്തുകൊണ്ടുള്ള കുറെ അധികം സ്റ്റീൽ ബ്ലേഡുകളാണ്, ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് ആയിട്ടുള്ള സ്റ്റീൽ ബ്ലേഡുകളാണ് എന്ത് ഫീലർ ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. BIS പ്രകാരം, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം 4 സെറ്റുകളാണുള്ളത് അല്ലെ. ഏതൊക്കെയാണ്? നമ്പർ 1, 2, 3 ആൻഡ് 4. അപ്പൊ 4 സെറ്റുകളുണ്ട്. മറ്റൊരു ചോദ്യം നിങ്ങൾക്കറിയാം, BIS പ്രകാരം ഫീലർ ഗേജിനകത്ത് എത്ര സെറ്റുകളുണ്ട് എന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് കൃത്യം പറയാം 4 സെറ്റുകളുണ്ട്. അപ്പൊ ഈ 4 സെറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ ഒരു ബ്ലേഡിന്റെ എണ്ണം വേരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് പറയാം അതിന് തിക്നെസ് വരുന്നത് എങ്ങനെയാ? മിനിമം 0.03 മുതൽ എത്രയാണ്? 1 mm വരെ ഉണ്ടാകും. അപ്പൊ 0.03 മുതൽ 1 mm വരെ ആയിരിക്കും അതിന്റെ തിക്നെസ് നമുക്ക് വേരി ചെയ്യുന്നുണ്ടാവും. അപ്പം അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ആദ്യത്തത് 0.03 ആണെന്നിരിക്കട്ടെ, അതിനുശേഷം വീണ്ടും 0.01 ആഡ് ചെയ്ത് 0.04, അപ്പൊ നെക്സ്റ്റ് 0.1 ആഡ് ചെയ്തിട്ട് 0.05, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എത്രയാണ്? 0.01 mm കൂടിയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഓർത്തിരിക്കാം, BIS പ്രകാരം 4 സെറ്റ്, 0.03 മുതൽ 1 mm വരെ. അപ്പൊ അത് സ്റ്റെപ്പ് എങ്ങനെ കൂടുക? 0.03, 0.04, 0.05, അങ്ങനെ 0.01 ഇൻക്രിമെന്റ് ചെയ്തായിരിക്കും കൂടുന്നുണ്ടാവുക. അങ്ങനെ നമുക്കറിയാം ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ദ ബ്ലേഡ്. നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ഫീലർ ഗേജിനകത്ത് ആ ഒരു ബ്ലേഡിന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാം 100 mm ആണ് അല്ലെ. എത്രയാണ്? 100 mm ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആ ഒരു ഫീലർ ഗേജുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സോ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ദ എഡ്ജ് ഓഫ് എ കോൾഡ് ചിസൽ, എഡ്ജ് ഓഫ് എ കോൾഡ് ചിസൽ ഈസ് ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ്. വീണ്ടും വന്നു ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് അല്ലെ. അപ്പൊ ചിസൽ എന്ന് പറയുന്ന ടൂൾ ആണ്, അത് ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് ആണ്. സോ ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് ആൻഡ് ഹാസ് എ ആംഗിൾ ഓഫ് കട്ടിംഗ് അബൌട്ട്. അപ്പൊ ആ ഒരു കട്ടിംഗ് എഡ്ജ് ആംഗിൾ എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. അതായത് കോൾഡ് ചിസൽ, അപ്പൊ ഹോട്ട് വർക്കും ഉണ്ട്, കോൾഡ് വർക്കും ഉണ്ട്. അപ്പൊ ഹോട്ട് വർക്കിന് നമ്മൾ യൂസ് ചെയ്യുന്ന ചിസലും കോൾഡ് വർക്കിന് യൂസ് ചെയ്യുന്ന ചിസലും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ കോൾഡ് ചിസൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കട്ടിംഗ് ആംഗിൾ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. സോ ഓപ്ഷനിലേക്ക് പോകാം. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എത്രയാ? 30 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്, 45 ഡിഗ്രി, 90 ഡിഗ്രി, ഓപ്ഷൻ ഡി 60 ഡിഗ്രി. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? ഉത്തരം ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്. 60 ഡിഗ്രി ആണ് നമ്മുടെ ഉത്തരം. സോ ഓപ്ഷൻ ഡി 60 ഡിഗ്രി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ ഡി 60 ഡിഗ്രി ആണെന്നുള്ള ഓർത്തിരിക്കാം. 60 ഡിഗ്രി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക.
ഓക്കെ, അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ആ ഒരു ചിസൽ, ഈ ചിത്രത്തിൽ കാണുന്നതാണ് ചിസൽ, എല്ലാവർക്കും അറിയാമല്ലോ. ഇതാണ് നമ്മൾ സാധാരണ കട്ടിംഗ് പർപ്പസുകൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ചിസൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കേ, കട്ടിംഗ് എഡ്ജ് ആംഗിൾ എത്ര കൊടുത്തിരിക്കുന്നത്? കട്ടിംഗ് എഡ്ജ് ആംഗിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 60 ഡിഗ്രി ആണ് അല്ലെ, 60 ഡിഗ്രി ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താ? കോൾഡ് ചിസൽ ആണ്. എന്നാൽ ഈ ഒരു ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി ആണ് എന്നിരിക്കട്ടെ. 30 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം അത് ഹോട്ട് ചിസൽ ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ചിസൽസ് നമുക്ക് കോൾഡ് ചിസലും ഉണ്ട്, ഹോട്ട് ചിസലും ഉണ്ട്. കോൾഡ് ചിസൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ ഹോട്ട് ചിസൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം 30 ഡിഗ്രി ആണ് കട്ടിംഗ് ആംഗിൾ എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് ഓർത്തിക്കാം. സോ ഇവിടെ പറയുന്നത് എന്താ? കോൾഡ് ചിസൽ ആർ ജനറലി യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ ആൻഡ് ഫിറ്റർ ട്രേഡ് വർക്ക്ഷോപ്പ്. ഷീറ്റ് മെറ്റലും ഫിറ്റർ ട്രേഡുകളിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു കട്ടിംഗ് ടൂൾ ആണ് ചിസൽ എന്ന് പറയുന്നത്. അത് സാധാരണ ചിപ്പിംഗ് പർപ്പസുകൾക്ക് അല്ലെ, അവിടെ ഉണ്ടാകുന്ന മെറ്റൽസ് ചിപ്പ് ചെയ്ത് കളയാനൊക്കെയാണ് നമ്മൾ സാധാരണ നമ്മുടെ ചിസൽസ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അതിന്റെ എഡ്ജ് ആംഗിൾ എത്രയാണ്? കട്ടിംഗ് ആംഗിൾ എത്രയാണ്? ഹോട്ട് ചിസൽ ആണെന്നുണ്ടെങ്കിൽ 60 ഡിഗ്രി ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: വിച്ച് ടോൺസ് ആർ യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് റൗണ്ട് റോഡ്സ് ഹൊറിസോണ്ടലി? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ആ ഹൊറിസോണ്ടലി ആണോ വെർട്ടിക്കലി ആണോ എന്നുള്ളത് നോക്കണം. ഇവിടെ എന്താണ് ഹൊറിസോണ്ടലി ചോദിച്ചിരിക്കുന്നത് അല്ലെ. നമ്മളുടെ ടോൺസ് എന്ന് പറയുന്ന ഒരു ടൂൾ ആണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഹോൾഡിംഗ്, ക്യാരി ചെയ്യാൻ, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഹോട്ട് ആയിട്ടുള്ള മെറ്റൽസ് ഒക്കെ നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുമോ? ഇല്ല, വളരെ ചൂടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് നമുക്കിനെ ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ ക്യാരി ചെയ്യാനോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഫോർജിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത്? ടോൺസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ടോൺസ് ഹോൾഡ് ചെയ്യുന്നു എന്താണ്? റൗണ്ട് റോഡുകൾ ഹൊറിസോണ്ടലി ആയിട്ട് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് റൗണ്ട് റോഡുകൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിലേക്ക് വരാം. ഹോളോ ടോൺസ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ എ. ഓപ്ഷൻ ബി സ്ക്വയർ ടോൺസ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സി റൗണ്ട് ടോൺസ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി ഫ്ലാറ്റ് ടോൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ശ്രദ്ധിക്കുക, ഹൊറിസോണ്ടലി ആണെന്നുണ്ടെങ്കിൽ എച്ച് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എച്ച് വെച്ച് നോക്കാം, ദാറ്റ് ഈസ് ഹോളോ ടോൺസ്. സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ഹൊറിസോണ്ടലി ആണെന്നുണ്ടെങ്കിൽ ഹോളോ ടോൺസ് ആണ്. എന്നാൽ അത് വെർട്ടിക്കലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് റൗണ്ട് ടോൺസ് ആണ്. അപ്പൊ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ഓർത്തിരിക്കാൻ മതി, എച്ച് അല്ലെ. ഹൊറിസോണ്ടൽ ഫോർ അതിന്റെ സ്റ്റാർട്ടിംഗ് ചെയ്തിട്ട് എച്ച് ആണ്. അതുപോലെ തന്നെ ഹോളോ ടോൺസ് എച്ച് ആണ്. അപ്പൊ രണ്ട് നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് വെച്ചിരുന്നാൽ മതി. എന്നാൽ ഇതേ ചോദ്യം തന്നെ വെർട്ടിക്കലി ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉത്തരം മാറി, അത് റൗണ്ട് ടോൺസ് ആണ്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഹൊറിസോണ്ടൽ ടോൺസും റൗണ്ട് ടോൺസും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ ചിത്രത്തിലേക്ക് നോക്കി. അപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് രണ്ട് ടോൺസ് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ രണ്ടും വർക്ക് പീസ് സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വർക്ക് പീസ് തന്നെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അതെങ്ങനെയാണ്? വെർട്ടിക്കലി ആണോ ഹൊറിസോണ്ടലി ആണോ എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇവിടെ നോക്കി, ആദ്യം കൊടുത്തിരിക്കുന്ന ചിത്രം ഇതെന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് ഹൊറിസോണ്ടൽ, ഇതാണ് ഹൊറിസോണ്ടലി ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ഇവിടെ നോക്കി, റൗണ്ട് ടോൺസ് ഇത് വെർട്ടിക്കലി ആണ് ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. സോ രണ്ട് ടോൺസുകൾ നമ്മൾ പഠിച്ചു, ഹോളോ ടോൺസും റൗണ്ട് ടോൺസും. ഹോളോ ടോൺസ് ആർ യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് റൗണ്ട് റോഡ്സ് ഹൊറിസോണ്ടലി അല്ലെ. രണ്ടും എച്ച് ശ്രദ്ധിക്കാം, രണ്ടും സ്റ്റാർട്ടിങ് എച്ച് ആണ്, ഹൊറിസോണ്ടലി. അപ്പൊ അത് ഹോളോ ടോൺസ്. എന്നാൽ റൗണ്ട് ടോൺസ് ആണെങ്കിൽ യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ബാർ വെർട്ടിക്കലി. അപ്പൊ വെർട്ടിക്കലി ആണെന്നുണ്ടെങ്കിൽ നമുക്കത് റൗണ്ട് ടോൺസും, ഹൊറിസോണ്ടലി ആണെന്നുണ്ടെങ്കിൽ അത് ഹോളോ ടോൺസും. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: ദ നെറ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻ സ്റ്റീം എൻജിൻസ് ആൻഡ് ലോക്കോമോട്ടീവ്സ് വിച്ച് ആർ സബ്ജക്റ്റഡ് ടു സഡൻ ഷോക്ക് ലോസ്. ഇത്തരത്തില് നമ്മൾ സ്റ്റീം എഞ്ചിനിലും അതുപോലെ തന്നെ ലോക്കോമോട്ടീവ്സിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നട്ട് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആ നട്ടിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. എന്താ? അവിടെ ദാറ്റ് ഈസ് സഡൻ ആയിട്ടുള്ള ഷോക്സുകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു നട്ട് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പം ഓപ്ഷനിലേക്ക് പോവാം അല്ലെ. നമ്മുടെ ലോക്കോമോട്ടീവ്സും സ്റ്റീം എഞ്ചിനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നട്ട് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സ്ലോട്ടഡ് നട്ട് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി കാസിൽ നട്ട് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സി ഗ്രൂവ്ഡ് നട്ട് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി സിമൺസ് നട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 4 നട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നത് എന്തായിരിക്കും ആലോചിച്ച് നോക്കാം. സോ നമ്മളുടെ ഉത്തരമായിട്ട് വരിക ദാറ്റ് ഈസ് കാസിൽ നട്ടാണ് ഉത്തരമായിട്ട് വരിക, കാസിൽ നട്ട്. അപ്പൊ കാസിൽ നട്ടാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? സ്റ്റീം എഞ്ചിനിലും ലോക്കോമോട്ടീവിലും. അവിടെ എന്താണ് പ്രത്യേകത? സഡൻ ഷോക്ക് ലോഡുകളൊക്കെ വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നട്ട്. ഓക്കെ, ഉത്തരം ഓപ്ഷൻ ബി കാസിൽ നട്ടാണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ട് കാസിൽ നട്ട് എന്താന്ന് നോക്കി. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ കാസിൽ നട്ട് എന്ന് പറയുന്നത്. അപ്പൊ കാസിൽ നട്ട് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഗ്രൂവ്ഡ് നട്ട് എന്ന് പറയുമ്പോൾ അതിന് ആ ഒരു പുറത്തേക്ക് പൊന്തി നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു കാസിൽ പോർഷൻ ഉണ്ടാവില്ല. ഓക്കെ, സോ ഇവിടെ നോക്കി. സോ ഇതാണ് നമ്മുടെ കാസിൽ നട്ട് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കാസിൽ നട്ട് എന്ന് പറയുന്നത്.
സോ ഈ ഒരു പോർഷൻ പുറത്തേക്ക് ഇങ്ങനെ അപ്പം അതിനകത്ത് ഗ്രൂവ് ഉണ്ടാവും, അതിലൂടെ നമുക്ക് എന്താണ് പിന്നുകളൊക്കെ ഇടാൻ സാധിക്കും അല്ലെ. സോ അത്തരത്തിലുള്ള ഒരു നെറ്റാണ് നമ്മുടെ ആ ഒരു കാസിൽ നെറ്റ് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് കാസിൽ നെറ്റ് കേട്ടോ. ഓക്കെ ഫൈൻ. എന്നാൽ ഇത്തരത്തിൽ ആ ഒരു മുകളിലേക്ക് നിൽക്കുന്ന പോർഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് എന്താണ് ഗ്രൂവ് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ അത്തരത്തിലുള്ള നെറ്റാണ് നമ്മുടെ ഗ്രൂവ്ഡ് നെറ്റ് എന്ന് പറയുന്നത്, സോറി ഇത്തരത്തിൽ സ്ലോട്ടഡ് നെറ്റ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, സോ കാസിൽ നെറ്റ് ഈസ് എ നെറ്റ് വിച്ച് സ്ലോട്ട്സ് ആർ cut in a cylindrical collar provided on the top of the net. ഇത്തരത്തില് ഒരു ആ ഒരു നെറ്റിന്റെ മുകൾ ഭാഗത്തായിട്ട് എന്താണ് ഇത്തരത്തിലുള്ള ഒരു സിലിണ്ടറിക്കൽ കോളാർ പോർഷൻ ഉണ്ടാകും. സിലിണ്ടറിക്കൽ കോളാർ പോർഷൻ ഉണ്ടാകും. ആ പോർഷനകത്ത് എന്താണ് സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അതിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ പിന്ന് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. സോ ദ നെറ്റ് വിച്ച് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ് ആൻഡ് ലോക്കോമോട്ടീവ് എഞ്ചിൻസ് ആൻഡ് ഓൾസോ ഇൻ സ്റ്റീം എഞ്ചിൻസ്. ഇത്തരത്തില് സ്റ്റീം എഞ്ചിനില്, ലോക്കോമോട്ടീവ്സ് എഞ്ചിനില്, ഓട്ടോമൊബൈലിലൊക്കെ സാധാരണ നമ്മൾ യൂസ് ചെയ്ത് വരുന്ന ഒരു നെറ്റാണ് എന്ത് കാസിൽ നെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഐഡിയ കിട്ടിയല്ലോ, നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഓക്കെ ഫൈൻ. മറ്റേ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: ടു റിമൂവ് എക്സസീവ് ബ്രിട്ടിൽനെസ് ഓഫ് ചിസൽ ഡാഷ് ഈസ് ഡൺ. ഓക്കെ, നമ്മൾക്കറിയാം ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് നിലവിലുള്ള ഹാർഡ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, കട്ടിംഗ് ടൂൾസിന്റെ ഒക്കെ ഹാർഡ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഹാർഡനിങ് അല്ലെങ്കിൽ കൊഞ്ചിങ് പ്രോസസ് അല്ലെങ്കിൽ കൊഞ്ചിങ് ഹീറ്റ് ട്രീറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം കൊഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത് വളരെയധികം ബ്രിട്ടിലായിട്ടുള്ള, വളരെയധികം ഹാർഡായിട്ടുള്ള മാർട്ടൻസൈറ്റ് എന്ന് പറയുന്ന അല്ലെ, മാർട്ടൻസൈറ്റ് എന്ന് പറയുന്ന ഒരു മൈക്രോ അല്ലെങ്കിൽ മൈക്രോ സ്ട്രക്ചറിലേക്കായിരിക്കും മാറുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ വളരെ ബ്രിട്ടിലായിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിൽ നിന്നും നമുക്കറിയാം എന്താണ് നമുക്ക് ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിനുശേഷം നമ്മൾ ടെമ്പറിങ് പ്രോസസ് ചെയ്യാറുണ്ട്. അപ്പൊ ഹാർഡനിങ്ങിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാർഡനിങ്ങിന് ശേഷം നമ്മൾ ചെയ്യുന്ന മറ്റൊരു ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ് ഇത് നമ്മളുടെ ടെമ്പറിങ് എന്ന് പറയുന്ന പ്രോസസ്. അപ്പൊ ടെമ്പറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഹാർഡനിങ്ങിന്റെ ഫലമായിട്ട്, കൊഞ്ചിങ്ങിന്റെ ഫലമായിട്ട് ഹാർഡ്നെസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാവും. കട്ടിംഗ് ടൂളുകൾക്ക് വേണ്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഹാർഡ്നെസ്. അതിനുശേഷം അവിടെ എന്താണ് ആ ഒരു എക്സ്ട്രാ ബ്രിട്ടിൽനെസ് ഉണ്ടാവും, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹാർഡ്നെസ് ഉണ്ടാവും, പക്ഷെ അത്രയും എന്താണ് ബ്രിട്ടിൽനെസ്സും കൂടുതലായിരിക്കും. അപ്പൊ ബ്രിട്ടിൽനെസ് ഒക്കെ ഒന്ന് കുറച്ചുകൊണ്ട് ഹാർഡ്നെസ് എന്താണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യണം അല്ലെ. ബ്രിട്ടിൽനെസ് കുറയ്ക്കുക, ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യുക. എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, ടെമ്പറിംഗ് എന്ന് പറയുന്ന പ്രോസസ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ചിസൽസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഹാർഡനിങ്ങിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ടെമ്പറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടെ അത് തന്നെയാണ് നമ്മുടെ ചോദ്യം. ടു റിമൂവ് എക്സസീവ് ബ്രിട്ടിൽനെസ്, അവിടെ ഉണ്ടാവുന്ന എക്സസീവ് ബ്രിട്ടിൽനെസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഏത് പ്രോസസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓപ്ഷനിലേക്ക് പോകാൻ നമുക്ക് ഓപ്ഷൻ എന്താ കൊടുത്തിരിക്കുന്നത്, ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഒന്നാമത് തന്നെ ടെമ്പറിംഗ് കൊടുത്തിട്ടുണ്ട്, 2 ഹാർഡനിങ് കൊടുത്തിട്ടുണ്ട്, 3 അനീലിംഗ് കൊടുത്തിട്ടുണ്ട്, 4 നോർമലൈസിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് തന്നെയാണ്, ഇതൊക്കെ ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ്. ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പഠിക്കേണ്ട ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സുകളിനകത്തുള്ള 4 പ്രോസസ്സാണ് ടെമ്പറിംഗ്, ഹാർഡനിങ്, അനീലിംഗ്, നോർമലൈസിംഗ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ടെമ്പറിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഹാർഡനിങ്ങിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് ആണ് ടെമ്പറിംഗ് എന്ന് പറയുന്നത്. ടെമ്പറിംഗിന്റെ ഫലമായിട്ട് നമുക്ക് എന്താണ് ഹാർഡ്നെസ് നിർത്തിക്കൊണ്ട് നമുക്ക് ആ ബ്രിട്ടിൽനെസ് കുറയ്ക്കാം, ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യാം. സോ അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം. സോ ടെമ്പറിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്, സംശയമൊന്നുമില്ല. ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി ഫോളോസ് ഹാർഡനിങ്. ഹാർഡനിങ്ങിന് ശേഷം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന അല്ലെ, ഉടനെ തന്നെ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത്, ടെമ്പറിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് റീഹീറ്റിംഗ് ദ ഹാർഡൻഡ് മെറ്റീരിയൽ. ആ ഹാർഡൻ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ഒന്നുകൂടെ റീഹീറ്റ് ചെയ്തുകൊണ്ട് എന്താണ് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ റീഹീറ്റ് ചെയ്തുകൊണ്ട് എന്താണ് വളരെ പതിയെ തണുപ്പിക്കുകയായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ. സോ ഹാർഡനിങ് ചെയ്തപ്പോൾ എന്താണ് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ മുകളിലേക്ക് കൊണ്ടുപോയി പെട്ടെന്ന് തണുപ്പിച്ചു അല്ലെ, പെട്ടെന്ന് താഴേക്ക് വന്നു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടൈമും ടെമ്പറേച്ചറും ആണ്. അപ്പം ഇത് എന്ന് പറയുന്നത് ഹാർഡനിങ് പ്രോസസ് ആണ്. ഇത് ഹാർഡനിങ് പ്രോസസ് ആണ് അല്ലെ. പെട്ടെന്ന് ചൂടാക്കിയതിനു ശേഷം വളരെ പെട്ടെന്ന് അല്ലെ ചൂടാക്കി എന്താണ് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ A1 A3 ലൈനിന് മുകളിലേക്ക് കൊണ്ടുവന്നു. ടെമ്പറേച്ചർ നമ്മൾ കുറച്ചു നേരം സോക്ക് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം പെട്ടെന്ന് തണുപ്പിക്കുകയാണ് അല്ലെ, പെട്ടെന്ന് തണുപ്പിക്കുകയാണ്. സോ പെട്ടെന്ന് തണുപ്പിക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് തണുക്കുന്ന സമയത്ത് ആ ഒരു ടൈം വളരെ കുറവാണ്. പെട്ടെന്ന് വളരെ ടെമ്പറേച്ചർ താഴ്ന്നെത്തി അല്ലെ, ഈ ടെമ്പറേച്ചറിലേക്ക് എത്തി. ആ സമയം എടുത്തോ, സമയം പെട്ടെന്ന് തന്നെ എടുത്ത് റാപ്പിഡ് കൂളിംഗ്. സോ റാപ്പിഡ് കൂളിംഗിന്റെ ഫലമായിട്ട് അവിടെ ഹാർഡനിങ് പ്രോസസ് നടന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഫലമായിട്ട് മാർട്ടൻസൈറ്റ് ഫോം ചെയ്യുന്നു. നമുക്ക് എന്താണ് അവിടെ വളരെ ഹാർഡ് ആയിട്ട് ഒരു സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, വീണ്ടും അതിനെ ചൂടാക്കുന്നു. അത് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ താഴെ കൊണ്ടുവന്ന് ചൂടാക്കിയ ശേഷം വളരെ പതിയെ തണുപ്പിക്കുക ചെയ്യാം.
സോ അന്നേരമാണ് എന്ത് ഈ പറയുന്ന ബ്രിട്ടിൽനെസ് ഒക്കെ എക്സ്ട്രാ ബ്രിട്ടിൽനെസ് കുറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. സോ അതാണ് ബേസിക്കലി ആ ടെമ്പറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. സോ എന്താണ് ഇറ്റ് ഇൻവോൾവ്സ് റീഹീറ്റിംഗ് ദ ഹാർഡൻഡ് മെറ്റീരിയൽ. ആ ഹാർഡൻ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഒന്നുകൂടെ റീഹീറ്റ് ചെയ്യാണ് എന്താണ് ടെമ്പറേച്ചർ ബിലോ ദ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ആ ഒരു ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയായിട്ട് അല്ലെ ഈ പറഞ്ഞ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉണ്ട്, ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉണ്ട്. സോ ബിലോ ദ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് A1 ലൈൻ ഫോളോഡ് ബൈ ദ സ്ലോ കൂളിംഗ്. അപ്പം ആ ഒരു ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അപ്പൊ A1 എന്ന് പറയുന്നത് A3 എന്ന് പറയുന്ന നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ ആണ്. അപ്പം ആ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയായിട്ട് നമ്മൾ ചൂടാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് ടെമ്പറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ വളരെ പതിയെ കൂൾ ചെയ്യുന്നുണ്ടാകും. സോ അതാണ് നമ്മുടെ ടെമ്പറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. സോ ടെമ്പറിംഗ് ഈസ് ഡൺ ടു റെഡ്യൂസ് ബ്രിട്ടിൽനെസ്. ആ ഒരു ബ്രിട്ടിൽനെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്കറിയാം. ആൻഡ് ഇംപ്രൂവ് ടഫ്നെസ് അല്ലെ ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യുക, ഹാർഡ്നെസ് ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഹാർഡൻഡ് ആണ്, ഓൾറെഡി ഹാർഡ്നെസ് ഉള്ള ഒരു സ്റ്റീൽ ആയിരിക്കും. ആ ഹാർഡൻഡ് ആയിട്ടുള്ള സ്റ്റീലിന്റെ ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യുക, ബ്രിട്ടിൽനെസ് കുറയ്ക്കുക എന്നുള്ളതാണ് ടെമ്പറിംഗിന്റെ ആ ഒരു ഉദ്ദേശം എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. സോ ഇൻക്രീസ് ടഫ്നെസ് ബൈ റിലീവിംഗ് ഇന്റേണൽ സ്ട്രെസ്സസ് ഡെവലപ്ഡ് ഡ്യൂറിംഗ് കൊഞ്ചിങ്. അപ്പൊ കൊഞ്ചിങ്ങിന് സമയത്ത് ഉണ്ടാവുന്ന ഇന്റേണൽ സ്ട്രെസ്സസ് റിലീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ടെമ്പറിംഗിന്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്നുള്ളത് ഓർത്തിരിക്കാം. ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യുക, ഓക്കെ, അതിനകത്ത് ഉണ്ടാവുന്ന ഇന്റേണൽ സ്ട്രെസ്സസ് റിലീവ് ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, സോ അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. നെക്സ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് അനീലിംഗ്? അനീലിംഗ് എന്ന് പറയുന്ന പ്രോസസ് വീണ്ടും ഹീറ്റ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അനീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ എന്താണ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ യൂസ് എന്താണ്, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് എന്താണെന്നുള്ള ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഇംപ്രൂവ് മെഷീനബിലിറ്റി, ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് എന്താണ് ദാറ്റ് ഈസ് ഇംപ്രൂവ് മാഗ്നറ്റിസം, ഓപ്ഷൻ സി ഇൻക്രീസ് ഹാർഡ്നെസ്, ഓപ്ഷൻ ഡി ഇൻക്രീസ് ടഫ്നെസ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ അനീലിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഹീറ്റ് ട്രീറ്റ്മെന്റിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കുക, എന്താണ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാവുക? ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഇംപ്രൂവ് മെഷീനബിലിറ്റി. അപ്പൊ ഇംപ്രൂവ് മെഷീനബിലിറ്റി ആണ് മെയിൻ ആയിട്ട് ആ ഒരു അനീലിംഗിന്റെ പർപ്പസ്, അല്ലെങ്കിൽ സോഫ്റ്റൻ ചെയ്യുക, മെഷീനബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്താണ് അനീലിംഗിന്റെ ആ ഒരു ഫംഗ്ഷൻ എന്നുള്ളത് നോക്കാം. സോ അനീലിംഗ് ഈസ് യൂസ്ഡ് എന്താണ് ഓഫൻ ഇൻ സ്റ്റീൽ അല്ലെ, ആ ഒരു സ്റ്റീലിനെ സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടി, സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുന്നുണ്ടാവുക. ശ്രദ്ധിക്കാം, സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ സോഫ്റ്റൻ സ്റ്റീൽ അല്ലെ, സ്റ്റീലിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇംപ്രൂവ് മെഷീനബിലിറ്റി, സംശയമൊന്നുമില്ല. ഇൻക്രീസ് ഡക്ടിലിറ്റി അല്ലെ, ഡക്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ ടു റിലീവ് ദ ഇന്റേണൽ സ്ട്രെസ്സസ് റിലീവ് ചെയ്യാം. ടു റിഫൈൻ ദ ഗ്രെയിൻ സൈസ്, ടു പ്രിപ്പയർ ദ സ്റ്റീൽ ഫോർ സബ്സിക്വന്റ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് അല്ലെ, മറ്റ് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസ് ഒക്കെയാണ് നമ്മൾ ആ ഒരു അനീലിംഗ് പ്രോസസ്സിനകത്ത് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ അനീലിംഗ് പ്രോസസ്സിനകത്ത് നമുക്ക് ആ ഒരു അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലേക്ക് ഏകദേശം 50 ഡിഗ്രി മുകളിൽ നമ്മൾ ചൂടാക്കുന്നുണ്ടാവും. സോ ഇവിടെ എന്താണ് നമ്മുടെ ഹൈപ്പോയുണ്ട്, ഹൈപ്പറും ഉണ്ട് അല്ലെ. അപ്പൊ ഇത് ഹൈപ്പോ യൂടെക്ടോഡ് ആണ്. ഹൈപ്പോ യൂടെക്ടോഡ് സ്റ്റീലുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലേക്ക് നമുക്ക് ചൂടാക്കാം. എന്നാൽ ഹൈപ്പർ ആണെന്നുണ്ടെങ്കിൽ അല്ലെ, ഹൈപ്പർ യൂടെക്ടോഡ് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലേക്കായിരിക്കും നമ്മൾ ചൂടാക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതിയാകും. അപ്പോൾ ഹൈപ്പോയും ഉണ്ട്, ഹൈപ്പറും ഉണ്ട്. അനീലിംഗിന്റെ കേസ് ഹൈപ്പോ ആണെന്നുണ്ടെങ്കിൽ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലേക്ക് ചൂടാക്കുക. അതിനുശേഷം എന്താണ് നമ്മളുടെ ആ ഒരു പുറത്തെടുത്ത് അല്ലെ, ഇത്തരത്തില് എന്താണ് ഫർണസ് കൂളിംഗ് ആണ് നടക്കുന്നുണ്ടാവുക. അപ്പൊ ഫർണസിനുള്ളിൽ വെച്ച് തന്നെ പതിയെ തണുപ്പിക്കുന്നുണ്ടാവും. ഹൈപ്പർ ആണെന്നുണ്ടെങ്കിൽ ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലേക്കായിരിക്കും ചൂടാക്കുന്നത്, അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ പോവില്ല. അപ്പോൾ അത് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിൽ വെച്ച് തന്നെ ചൂടാക്കിയ ശേഷം വളരെ പതിയെ ഫർണസ് കൂൾഡ് ആണെന്നുള്ളതും ഓർത്തിരിക്കാം. സോ അതാണ് അനീലിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ ഫൈൻ. ഓക്കെ, മറ്റൊരു ചോദ്യം, ദ എബിലിറ്റി ഓഫ് മെറ്റൽ വിത്ത്സ്റ്റാൻഡ് ഇമ്പാക്ട് ലോഡ്. അപ്പൊ ഇമ്പാക്ട് ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ആ ഒരു മെറ്റീരിയലിന്റെ കഴിവ്, എബിലിറ്റി, അതിനെ വിളിക്കുന്ന പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ചോദ്യം ഓപ്ഷൻ ഇതാണ്. ഓപ്ഷൻ എ മാലിബിലിറ്റി, ഓപ്ഷൻ ബി ടഫ്നെസ്, ഓപ്ഷൻ സി ഹാർഡ്നെസ്, ഓപ്ഷൻ ഡി ഡക്ടിലിറ്റി. അപ്പൊ ശ്രദ്ധിക്കാം, ദ എബിലിറ്റി ഓഫ് മെറ്റൽ ടു വിത്ത്സ്റ്റാൻഡ് എന്താണ്, ദാറ്റ് ഈസ് ഇമ്പാക്ട് ലോഡ് ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ആ ഒരു മെറ്റീരിയലിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ടഫ്നെസ്. ഓപ്ഷൻ ബി ടഫ്നെസ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ടഫ്നെസ്, സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് എന്താണ് അടിച്ച് പരത്തുക എന്നൊക്കെ പറയത്തില്ല. അപ്പൊ ആ ഒരു മെറ്റീരിയലിനെ സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മൾ മാലിബിലിറ്റി എന്ന് പറയുന്നത്. ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ഇൻഡന്റേഷൻ ആണ്. ഡക്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ വയർ ഫോമിലേക്ക് മാറ്റാനുള്ള കഴിവിനെയാണ്
നമ്മൾ ഡക്ടിലിറ്റി എന്ന് പറയുന്നുണ്ടാവുക. സോ ഇതൊക്കെ മെറ്റൽസുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. സോ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. സോ ഇവിടെ നോക്കാം, ടഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ടഫ്നെസ് ദാറ്റ് ഈസ് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ ടു വിത്ത്സ്റ്റാൻഡ് ഷോക്ക് ഓർ ഇമ്പാക്ട്. അപ്പോ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് എന്ത്, ഷോക്കോ അല്ലെങ്കിൽ ഇമ്പാക്റ്റോ ഒക്കെ എന്താണ് റെസിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു മെറ്റീരിയലിന്റെ കപ്പാസിറ്റി വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് ടഫ്നെസ് എന്ന് പറയുന്നത്. ടഫ്നെസ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ആൻഡ് പ്ലാസ്റ്റിക്കലി ഡിഫോം വിത്തൗട്ട് ഫ്രാക്ചറിങ്. ഇത്തരത്തില് എനർജി, ആ ഒരു എത്രത്തോളം എനർജി അബ്സോർബ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന ലോഡ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇമ്പാക്ട് ടെസ്റ്റ് അതായത് ചാർപി, ഐസോഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തില് ആ ഒരു ഇമ്പാക്ട് ലോഡ് എത്രത്തോളം ആ ഒരു മെറ്റീരിയൽ ബിഫോർ ഫെയിലിയർ അത് അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ആ മെറ്റീരിയൽ ടഫ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. സോ അത് തന്നെയാണ് സംഗതി. ദാറ്റ് ഈസ് ടഫ്നെസ് ഈസ് എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ആൻഡ് പ്ലാസ്റ്റിക്കലി ഡിഫോം വിത്തൗട്ട് ഫ്രാക്ചറിങ്. അപ്പം ഫ്രാക്ചറിങ് ആവാതെ തന്നെ എത്രത്തോളം എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ആ ഒരു മെറ്റീരിയലിനെ ഡിഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, ടഫ്നെസ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ ടഫ്നെസ് ഇസ് എ പ്രോപ്പർട്ടി ഓപ്പോസിറ്റ് ടു ബ്രിട്ടിൽനെസ്. നിങ്ങളോട് അങ്ങനെ ചോദിക്കാം. അപ്പൊ ടഫ്നെസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ഡാഷ് ബ്രിട്ടിൽനെസ്. ബ്രിട്ടിൽനെസ്സിന് എതിര് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നേച്ചർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, ടഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. സോ ദ ടഫ്നെസ് ഈസ് മേ ബി കൺസിഡേർഡ് ദ കോമ്പിനേഷൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് പ്ലാസ്റ്റിസിറ്റി. അപ്പം പ്ലാസ്റ്റിസിറ്റിയും സ്ട്രെങ്തിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ടഫ്നെസ്സിനെ പറയാം. സാധാരണഗതിയിൽ മാംഗനീസ് സ്റ്റീൽ, റോട്ട് അയൺ, മൈൽഡ് സ്റ്റീൽ എക്സെട്ര എക്സാമ്പിൾ ഫോർ ടഫ്നെസ് ആയിട്ടുള്ള ടഫ്നെസ് ഉള്ള മെറ്റീരിയൽ എക്സാമ്പിൾ നമുക്ക് റോട്ട് അയൺ പറയാം, മാംഗനീസ് സ്റ്റീൽ പറയാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട മൈൽഡ് സ്റ്റീൽ. അപ്പൊ അത്തരത്തിലുള്ള മെറ്റീരിയൽ ഒക്കെ നമുക്ക് ടഫ്നെസ് കൂടിയ മെറ്റീരിയൽ ആണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ബിഫോർ ഫെയിലിയർ ദേ ക്യാൻ അബ്സോർബ് സം എമൗണ്ട് ഓഫ് എനർജി അല്ലെ. സോ അതാണ് ഓർത്തിരിക്കേണ്ടത്. സോ നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. സോ മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റിവറ്റ്സ് ഇൻ എ റിവറ്റഡ് ജോയിന്റ്. അപ്പൊ ഒരു റിവറ്റഡ് ജോയിന്റ്, റിവറ്റ്സ് എന്ന് പറയുന്ന ഫാസ്റ്റനേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റിവറ്റ്സ് ഇൻ എ റിവറ്റഡ് ജോയിന്റ്. അപ്പൊ റിവറ്റഡ് ജോയിന്റുകളിൽ റിവറ്റുകൾ തമ്മിലുള്ള, രണ്ട് റിവറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിന്റെ പ്രൊപ്പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് 2d. ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡയമീറ്റർ, നോമിനൽ ഡയമീറ്റർ ആണ് നമ്മളുടെ ആ ഒരു റിവറ്റിന്റെ ഡയമീറ്റർ ആണ് ഡി എന്ന് ഉദ്ദേശിക്കുന്നത്. 2 times d. ഓപ്ഷൻ ബി 3 times d. ഓപ്ഷൻ സി 2.5d. ഓപ്ഷൻ ഡി 1.5d. അപ്പൊ ഇവിടെ ഡി എന്ന് ഉദ്ദേശിക്കുന്ന ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് ആണ്. അപ്പൊ ഉത്തരം എന്തായിരിക്കും വരുന്നുണ്ടാവുക? രണ്ട് റിവറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് 3d ആയിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക. ഓപ്ഷൻ ബി 3d ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാം അതിന്റെ റിവറ്റിന്റെ കുറച്ച് പ്രൊപ്പോർഷൻ എന്താന്ന് നോക്കാം. ഓക്കെ, റിവറ്റില് നമുക്ക് മനസ്സിലാക്കാത്ത ആദ്യം നമുക്ക് അതിന്റെ ആ ഒരു ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് അൺവിൻസ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട്, അൺവിൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ദാറ്റ് ഇസ് 6√t. ടി എന്ന് പറഞ്ഞാൽ എന്താ? തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് ആണ്. ടി എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് ആണ്. അതായത് മനസ്സിലാക്കാം, ദാറ്റ് ഈസ് ഇവിടെ എന്താണ് നമ്മളുടെ ആ ഒരു തിക്നെസ്, ആ ഒരു പ്ലേറ്റിന്റെ തിക്നെസ്സിനെ നമ്മൾ ടി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക, ടി. സോ ഇത് നമുക്ക് പറയാം, ഇതാണ് നമ്മുടെ ടി എന്ന് പറയുന്നത്, തിക്നെസ് ഓഫ് ദ പ്ലേറ്റ്. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു ഡയമീറ്റർ ഡി എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡി, ഡയമീറ്റർ ഡി അല്ലെ. ഇതാണ് നമ്മുടെ ഡയമീറ്റർ ഡി എന്ന് പറയുന്നത്. സോ ഡയമീറ്റർ ഡി നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് അൺവിൻസ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡയമീറ്റർ ഡി കണ്ടുപിടിക്കാം. സോ ഡി ഈസ് ഈക്വൽ ടു 6√t ആണെന്നുള്ളത് ദാറ്റ് ഈസ് അൺവിൻസ് ഫോർമുല. ഓക്കെ ഫൈൻ. സോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പിച്ച് എന്ന് പറയുന്നത് എത്രയായിരിക്കും? പിച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് റിവറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് പിച്ച് എന്ന് പറയുന്നത്. സോ 3 times d ആണ്. സോ 3 times d ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നമ്മളുടെ ഉത്തരം എന്താ വരിക? 3 times d അല്ലെ. 3d ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. രണ്ട് റിവറ്റുകൾ, പിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസന്റ് രണ്ട് റിവറ്റുകൾക്ക് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് റോയും ഉണ്ട് കോളവും ഉണ്ട് അല്ലെ. അപ്പൊ അത് രണ്ട് റോ തമ്മിലുള്ളതാണെങ്കിൽ അത് റോ പിച്ച് എന്ന് പറയാം. സോ ഇത് നമ്മളുടെ റോ പിച്ച് ആണ്, PR, റോ പിച്ച്. ദാറ്റ് ഈസ് 2d + 6 കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് റോ പിച്ച് ആണ് 2d + 6 എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. അല്ലെങ്കിൽ 0.8 times p എന്നും പറയാറുണ്ട് കേട്ടോ. ഓക്കെ ഫൈൻ. സോ ഇവിടെ ശ്രദ്ധിക്കാം, അപ്പൊ രണ്ട് റിവറ്റുകൾക്കിടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എന്ത് പറയാം? പിച്ച് എന്ന് പറയാം. പിച്ച് ഈസ് ഈക്വൽ ടു 3 times d ആണ് എന്നുള്ളത് അതിന്റെ പ്രൊപ്പോർഷൻ കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർജിൻ എന്താ നോക്കാം. മാർജിൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തില് എന്താണ്, നമ്മളുടെ ആ ഒരു എഡ്ജ് മുതൽ കറസ്പോണ്ടിങ് ആ ഒരു സെന്റർ അല്ലെ, ആ ഒരു റിവറ്റിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാർജിൻ എന്ന് പറയുന്നത്. മാർജിൻ 1.5d ആണെന്ന് ഓർത്തിരിക്കാം. മാർജിൻ എത്രയാണ്?
1.5 ടൈംസ് ഡി ആണെന്ന് ഓർത്തിരിക്കാം. പിച്ച് എത്രയാണ്? 3D ആണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ക്ലിയർ ആയിരിക്കുന്നു. നെക്സ്റ്റ് നോക്കേണ്ടത് റോ പിച്ച് ഓൾറെഡി കണ്ടു, 0.8p അല്ലെങ്കിൽ നമുക്ക് പറയാം 2D+6 ആണ്. ദെൻ സിക്സാഗ് ആണെന്നുണ്ടെങ്കിൽ റോ പിച്ച് വരിക 0.6 ടൈംസ് പി ആയിരിക്കും. ഇൻ ടേംസ് ഓഫ് പിച്ച് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ദെൻ ഡയമീറ്ററൽ പിച്ച് ആണെന്നുണ്ടെങ്കിൽ 2p+d ഡിവൈഡഡ് ബൈ 3 ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ദാറ്റ് ഇസ് ഡയമീറ്ററൽ പിച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഡയമീറ്ററൽ പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ വാല്യൂ. അപ്പൊ ഈ ഒരു പ്രൊപ്പോർഷൻസ് എന്ന് ഓർത്തിരുന്നാൽ മതിയാകും. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെയധികം ചോദിച്ച് കാണാറുള്ള ഒരു ഏരിയ തന്നെയാണ് റിവറ്റുമായി ബന്ധപ്പെട്ട്. സോ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. സോ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ചോദ്യം ഇതാണ്, വിച്ച് റിവറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ വർക്ക്? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ സ്ട്രക്ചറൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവും, ഹെവി സ്ട്രക്ചറൽ വർക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഉത്തരമായിരിക്കും ഇത് വരുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ വർക്കാണ്. അപ്പൊ സ്ട്രക്ചറൽ വർക്കുകൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന റിവറ്റ് ഏത് എന്നുള്ള, അല്ലെങ്കിൽ റിവറ്റ് ഹെഡ് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന പാൻ ഹെഡ് ആണ്. ഓപ്ഷൻ എ പാൻ ഹെഡ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി സ്നാപ്പ് ഹെഡ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി ഫ്ലാറ്റ് ഹെഡ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി കൗണ്ടർ സിങ്ക് ഹെഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, സ്ട്രക്ചറൽ വർക്കുകൾക്ക്, അത് ജനറൽ പർപ്പസ് സ്ട്രക്ചറൽ വർക്കുകൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഓപ്ഷൻ ബി സ്നാപ്പ് ഹെഡ് ആണ് നമ്മുടെ ഉത്തരം വരുന്നുണ്ടാവുക. സ്നാപ്പ് ഹെഡ് ആയിരിക്കും നമ്മുടെ ഉത്തരം വരുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഡിഫറെന്റ് ഹെഡും അതിന്റെ ഏത് യൂസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റ് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും റിവറ്റും അതിന്റെ ഹെഡും കാണാൻ സാധിക്കും അല്ലെ. സോ റിവറ്റ് ഹെഡിനകത്ത് പാൻ ഹെഡ് വരുന്നുണ്ട്, സ്നാപ്പ് ഹെഡ്, കൗണ്ടർ സങ്ക്, അതുപോലെ തന്നെ ബൈഫുർക്കേറ്റഡ് ഉണ്ട്, കോണിക്കൽ ഹെഡ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള മെയിൻ ആയിട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഹെഡുകൾ ഇവിടെ കാണാൻ സാധിക്കും. പാൻ ഹെഡ് റിവറ്റ് ഓക്കെ, ഹെവി സ്ട്രക്ചറൽ വർക്ക്. അപ്പോൾ ഹെവി എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ, ഹെവി സ്ട്രക്ചറൽ വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പാൻ ഹെഡ് ആണ് നമുക്ക് ഉത്തരം വരിക. ഓക്കെ, ഹെവി സ്ട്രക്ചറൽ വർക്ക് ആണെന്നുണ്ടെങ്കിൽ പാൻ ഹെഡ്. അപ്പൊ പാൻ ഹെഡ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇതാണ് നമ്മുടെ പാൻ ഹെഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പാൻ ഹെഡ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പാൻ ഹെഡ് റിവറ്റ് ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക? ഹെവി സ്ട്രക്ചറൽ വർക്കുകൾക്ക് യൂസ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ നമുക്ക് ഉത്തരമായിട്ട് വന്നിട്ടുള്ള സ്നാപ്പ് ഹെഡ് റിവറ്റ് എവിടെയാണ്? ജനറൽ സ്ട്രക്ചറൽ വർക്ക്. അപ്പൊ സ്ട്രക്ചറൽ വർക്ക് എന്ന് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാൻ ഹെഡ് നമുക്ക് സ്നാപ്പ് ഹെഡ് യൂസ് ചെയ്യാം ഉത്തരമായിട്ട്. എന്നാൽ എന്താണ് ഹെവി സ്ട്രക്ചറൽ വർക്ക് എന്ന് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരം പാൻ ഹെഡ് ആണെന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് കൗണ്ടർ സങ്ക് ഹെഡ്. കൗണ്ടർ സങ്ക് ഹെഡ് എവിടെയാ? ഇവിടെ നിങ്ങൾക്ക് ഓക്കെ. സോ ഇതാണ് നമ്മുടെ കൗണ്ടർ സങ്ക് ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ കൗണ്ടർ സങ്ക് ഹെഡിന്റെ പ്രത്യേകത എന്താണ്? നമുക്കിപ്പോ ഒരു സർഫസ് പ്രൊജക്ഷൻ ഒന്നും വേണ്ട അല്ലെ, സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ആ ഒരു ഹെഡ് ആ സർഫസിനുള്ളിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിന്റെ ആ ഒരു സർഫസിനുള്ളിലേക്ക് തന്നെ ഇരിക്കണം, പുറത്തേക്കൊന്നും പ്രൊജക്ട് ചെയ്തിരിക്കില്ല അല്ലെ, പ്രൊജക്ട് ചെയ്ത് നിൽക്കരുത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്, അങ്ങനെ ഒരു കണ്ടീഷൻ ആണ് നമുക്ക് വേണ്ടുന്നുണ്ടെങ്കിൽ അവിടെ കൗണ്ടർ സങ്ക് ഹെഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ പ്രൊജക്ഷൻ ഓഫ് ദ റിവറ്റ് ഹെഡ് ഈസ് ടു ബി അവോയ്ഡഡ് അല്ലെ. ഇത്തരത്തിൽ ആ ഒരു റിവറ്റിന്റെ ഹെഡ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് കൗണ്ടർ സങ്ക് ഹെഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ബൈഫുർക്കേറ്റഡ് റിവറ്റ്. ബൈഫുർക്കേറ്റഡ് നമ്മൾ സാധാരണ കാണാറുണ്ട്, നമ്മൾ ബെൽറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ചില ചെരുപ്പുകളിലൊക്കെ അല്ലെ നമുക്ക് ഇത്തരത്തിലുള്ള നമ്മൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ബൈഫുർക്കേറ്റഡ് ടൈപ്പ് റിവറ്റുകൾ കാണാറുണ്ട്. നമ്മൾ കൈകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെറിയൊരു ടൂൾ കൊണ്ട് തന്നെ നമുക്ക് അത് കൃത്യമായിട്ട് മടക്കി വെക്കാൻ പറ്റും അല്ലെ, ബൈഫുർക്കേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അവിടെ എന്ത് തന്നെയാണ് ഇത്തരത്തിൽ ലെതേഴ്സിൽ, പ്ലാസ്റ്റിക്സിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് എന്താണ് റിവറ്റ് ഹെഡ് ആണ് ഇത്തരത്തിലുള്ള ബൈഫുർക്കേറ്റഡ് ടൈപ്പ്. സോ ബൈഫുർക്കേറ്റഡ് ആകുമ്പോൾ യൂസ്ഡ് ഫോർ ഫാസ്റ്റനിങ് ലൈറ്റ് പാർട്സ്, ടിൻ പ്ലേറ്റ്സുകൾ, ലെതർ, പ്ലാസ്റ്റിക് എക്സെട്ര. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ഹെഡ് ആണ് ബൈഫുർക്കേറ്റഡ് ടൈപ്പ്. Then last one is conical head. അവിടെ യൂസ് ചെയ്യുന്നു. റിവറ്റിംഗ് ഈസ് ഡൺ ബൈ ഹാൻഡ് ഫോർജിങ്. അപ്പൊ ഹാൻഡ് ഫോർജിങ് വഴിയാണ് നമ്മൾ റിവറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ഹെഡ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമില്ലാതെ പറയാം ദാറ്റ് ഈസ് കോണിക്കൽ ഹെഡ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ചോദ്യം ഇതാണ്, ഇൻ ഫോർജിങ്. ഫോർജിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഇൻ ഫോർജിങ് സ്ക്വയർ റോഡ് ഓഫ് MS അപ് ടു ഡാഷ് ക്യാൻ ബി ട്വിസ്റ്റഡ് വിത്തൗട്ട് ഹിറ്റിംഗ്. അപ്പൊ ഫോർജിങ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂൾ, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിനകത്തുള്ള ഫോർജിങ് ഓപ്പറേഷൻസ് ഉണ്ടാവും. അതിനകത്ത് ബെൻഡിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ വരുന്നുണ്ട്. അപ്പൊ ബെൻഡിങ് ആൻഡ് ട്വിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ, സ്ക്വയർ റോഡ് ഓഫ് MS മൈൽഡ് സ്റ്റീലിന്റെ ഒരു സ്ക്വയർ റോഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ട്വിസ്റ്റ് ചെയ്യണം. അപ്പം അത് ഹീറ്റ് ചെയ്യാതെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ, ഇത്ര MM-ലുള്ള അല്ലെങ്കിൽ ഇത്ര MM-ലുള്ള സ്ക്വയർ റോഡ് മാത്രമേ പറ്റുള്ളൂ. അത് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ഫൈൻ. സോ സ്ക്വയർ റോഡ് ഓഫ് MS അപ് ടു ഡാഷ് ക്യാൻ ബി ട്വിസ്റ്റഡ് വിത്തൗട്ട് ഹീറ്റിംഗ്. അപ്പൊ ഹീറ്റിംഗ് ഒന്നും കൊടുക്കാതെ, ചൂടാക്കാണ്ട് തന്നെ നമുക്ക് എത്ര MM വരെയുള്ള സ്ക്വയർ റോഡുകൾ നമുക്ക് ബെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം.
സോ ഓപ്ഷനിലേക്ക് വരാം. ഓപ്ഷൻ എ 12 mm, ഓപ്ഷൻ ബി 5 mm, ഓപ്ഷൻ സി 2.5 mm, ഓപ്ഷൻ ഡി 3 mm. ഉത്തരം എന്തായിരിക്കും വരിക? ഉത്തരം വരിക ഓപ്ഷൻ എ 12 mm ആണ്. അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 12 mm വരെയുള്ള സ്ക്വയർ റോഡുകൾ നമുക്ക് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ട? ഹീറ്റ്, അല്ലെങ്കിൽ അതിന് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 12 mm വരെയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ചെയ്യേണ്ട എന്നുള്ളത് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണേ. സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അതിനപ്പുറം നമുക്ക് അതിന്റെ ആ ഒരു ട്വിസ്റ്റിംഗ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള റോഡുകൾ അല്ലെ, പട്ട എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. MS റോഡിന്റെ, MS-ന്റെ ഒക്കെ മൈൽസിന്റെ ഒക്കെ പട്ട നമ്മൾ ഇത്തരത്തിൽ ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് എന്താണ് അതായത് ഗേറ്റ് ഒക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള റോഡുകൾക്ക് നമ്മൾ കാണാറുണ്ട് അല്ലെ, അത് ട്വിസ്റ്റ് ചെയ്തൊക്കെ വെച്ചേക്കുന്ന കാണാറുണ്ട്. അപ്പൊ ട്വിസ്റ്റിങ്ങിന്റെ ഇഫക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് വേണ്ടുന്ന രീതിയിൽ നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് എന്താണ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു 90 ഡിഗ്രി ബെൻഡോ അല്ലെങ്കിൽ ചെറിയൊരു ആംഗിളിൽ നമുക്ക് ചരിച്ച് വെക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് വേണ്ടുന്ന രീതിയിൽ ആ ഒരു ഫാസ്റ്റനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സാധാരണ ട്വിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അത് രണ്ടുമാണ് ട്വിസ്റ്റിങ്ങിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ട്വിസ്റ്റിംഗ് ഇസ് ഡൺ ടു ഗീവ് അഡീഷണൽ സ്ട്രെങ്ത്. ഒന്ന് അഡീഷണൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ സാധാരണ ട്വിസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ അതൊന്ന് ജനറൽ ആയിട്ട് ഓർത്തിരുന്നാൽ മതിയാകും. ശ്രദ്ധിക്കേണ്ട കാര്യം MS ഫ്ലാറ്റ് 6 mm ഓർ ലെസ്. അപ്പം ഇത്തരത്തിൽ MS ഫ്ലാറ്റുകൾ ഉണ്ടാവും. 6 mm അതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദാറ്റ് ഈസ് 40 mm ഓർ ലെസ് വിഡ്ത്ത് ക്യാൻ ബി ട്വിസ്റ്റഡ് കോൾഡ്. അപ്പൊ ഇത്തരത്തിൽ കോൾഡ് കണ്ടീഷനിൽ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു MS ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെ, MS ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് 6 mm തിക്നെസ് താഴെ അല്ലെങ്കിൽ 40 mm വിഡ്ത്ത്. അപ്പം 6 × 40 6 × 40 6 mm തിക്നെസ്സും 40 mm വിഡ്ത്തും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ് ടു എന്താണ് 6 mm തിക്നെസ്സും 40 mm വിഡ്ത്തും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? അത് ചൂടാക്കാണ്ട് തന്നെ കോൾഡ് കണ്ടീഷനിൽ നമുക്ക് ട്വിസ്റ്റ് ചെയ്യാം, സംശയമൊന്നുമില്ല. ക്ലിയർ ആണ്? എന്നാൽ ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? സ്ക്വയർ റോഡ് ഓഫ് MS, ഒരു MS-ന്റെ സ്ക്വയർ റോഡ് ആണെന്നുണ്ടെങ്കിൽ അപ് ടു 12 mm അല്ലെ, അപ് ടു 12 mm ക്യാൻ ബി ട്വിസ്റ്റഡ് വിത്തൗട്ട് ഹീറ്റിംഗ് അല്ലെ, നമുക്കത് ട്വിസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ചൂടാക്കാണ്ട് തന്നെ. എന്നാൽ 12 mm മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ചൂടാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ഓക്കെ ആണല്ലോ. മറ്റേ ചോദ്യം, ദ ഡയമീറ്റർ ഓഫ് ടേപ്പർ പിൻ ഈസ് സ്പെസിഫൈഡ് ബൈ ദ ഡാഷ്. അപ്പൊ ടേപ്പർ പിൻസുകൾ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ടേപ്പേഴ്സ് പഠിക്കുന്നുണ്ടാവും. ടേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ജെർണോ ടേപ്പർ, മോസ് ടേപ്പർ, അങ്ങനെ നിരവധി ടേപ്പേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൂടെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ടേപ്പർ പിന്നുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പിൻ ടേപ്പേഴ്സ് അല്ലെങ്കിൽ ടേപ്പർ പിൻ നമുക്ക് പറയാം. അപ്പൊ ടേപ്പർ പിൻസ് സാധാരണഗതിയിൽ ഡയമീറ്റർ ഏത് ഡയമീറ്റർ ആണ് സ്പെസിഫൈ ചെയ്യുന്നത്? അപ്പൊ ടേപ്പർ പിന്നുകൾ ഏത് ഡയമീറ്റർ ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്? ഓപ്ഷനിലേക്ക് വരാം. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്താ? ഓപ്ഷൻ എ ലാർജ് ഡയമീറ്റർ, ഓപ്ഷൻ ബി സ്മോൾ ഡയമീറ്റർ, ഓപ്ഷൻ സി മീൻ ഡയമീറ്റർ, ഓപ്ഷൻ ഡി ലെങ്ത് ഓഫ് ദ പിൻ. ഏതായിരിക്കും ഉത്തരം വരുന്നുണ്ടാവാം? യെസ്, ഇവിടെ ഉത്തരം വരിക ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് സ്മോൾ ഡയമീറ്റർ. അപ്പൊ എല്ലായ്പ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളുടെ ടേപ്പർ പിന്നുകൾ ഏത് ഡയമീറ്ററിലാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്മോൾ ഡയമീറ്റർ ആണെന്നുള്ളതും ഓർത്തിരിക്കാം. ക്ലിയർ ആണ്? അപ്പൊ ടേപ്പർ പിൻ, ദ ഡയമീറ്റർ ഓഫ് ദ ടേപ്പർ പിൻ ഈസ് സ്പെസിഫൈഡ് ബൈ സ്മോൾ ഡയമീറ്റർ. അപ്പൊ ഒരു ടേപ്പർ പിൻ, ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ടേപ്പർ പിൻ, കാണുന്നുണ്ടല്ലോ എല്ലാവരും. സോ ഇതാണ് നമ്മുടെ ടേപ്പർ പിൻ. അപ്പൊ ഒരു എൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ടേപ്പേർഡ് ആണ്. അപ്പൊ ടേപ്പർനെസ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. 1:50 1:50 ആണ് ടേപ്പർ പിന്നിന്റെ ടേപ്പർനെസ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അത്തരത്തില് ക്വാർട്ടേഴ്സ് ആണെങ്കിൽ 1:100 നമ്മൾ പഠിക്കാറുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള രീതിയിലാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ടേപ്പർ പിന്നുകളാണെന്നുണ്ടെങ്കിൽ 1:50 അല്ലെങ്കിൽ 1:50 എന്നുള്ള ഒരു റേഷ്യോയിലായിരിക്കും നമ്മൾ ടേപ്പർനെസ് കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്തരത്തില് സ്മോൾ ഡയമീറ്ററിലായിരിക്കും നമ്മൾ അത് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. സോ ഇത്തരത്തില് ആ ഒരു ടേപ്പർ പിൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് സ്മോൾ ഡയമീറ്ററിലാണ്. അതിന്റെ ടേപ്പർനെസ് എത്രയാണെന്ന് ചോദിച്ചാൽ 1:50 ആണെന്നുള്ള ഓർത്തിരിക്കുക. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ടേപ്പർ പിൻസ് ഹെൽപ്സ് ഇൻ അസംബ്ലി ആൻഡ് ഡിസ്മാൻഡ്ലിംഗ് ഓഫ് കമ്പോണന്റ്സ് വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ദ ലൊക്കേഷൻ. ലൊക്കേഷൻ ഒന്നും ഡിസ്റ്റർബ് ആവാതെ തന്നെ നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്യാനും അസംബിൾ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് ജസ്റ്റ് നോക്കിയാൽ മതിയാകും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതിന്റെ ആ ഒരു ടേപ്പർനെസ്സും അതുപോലെ തന്നെ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, ദ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സ്റ്റോക്ക്. അപ്പൊ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ വർക്ക് പീസിന്റെ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ഇറ്റ്സ് ലെങ്ത്. അപ്പൊ ലെങ്ത് കുറച്ചുകൊണ്ട് ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുന്നുണ്ട്. ബൈ ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ലെങ്ത് കുറയുന്നുണ്ട്, അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുന്നുണ്ട്. ഇൻ ഡയറക്ഷൻ ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് ലെങ്ത് ഈസ് കോൾഡ്. അപ്പൊ ഇത്തരത്തിലൊരു ചോദ്യമാണ്. ആ ഒരു നമ്മളുടെ ആ ഒരു ലെങ്തിന്റെ ഡയറക്ഷനിലേക്ക്
നമ്മൾ ലോഡ് കൊടുത്തുകൊണ്ട് ഫോഴ്സ് കൊടുത്തുകൊണ്ട് അതിന്റെ ലെങ്ത് കുറയ്ക്കുന്നു, കറസ്പോണ്ടിങ് അതിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ കൂട്ടുന്നു. അത് ഏത് പ്രോസസ് ആണെന്നുള്ളതാണ് ചോദ്യം. അഗെയിൻ ഒരു ഫോർജിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഫോർജിങ് പ്രോസസ്സിനകത്ത് നമ്മൾ പഠിക്കുന്ന വൺ ഓഫ് ദ പ്രോസസ് ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ എ ഫുള്ളറിംഗ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി അപ്സെറ്റിംഗ്, ഓപ്ഷൻ സി ഡ്രോയിങ് ഡൗൺ, ഓപ്ഷൻ ഡി സ്വേജിങ്. അപ്പൊ ഇവിടെ ഉത്തരം എന്താ വരിക? ഉത്തരം നമുക്ക് പറയാം എന്താണ്, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, അപ്സെറ്റിംഗ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സോ അപ്സെറ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് ദ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ സ്റ്റോക്ക് at the expense of its length by the application of force in the direction of the length. അല്ലെ, ആ ഒരു ലെങ്തിന്റെ ഡയറക്ഷനിൽ ആക്സിസിന് പാരലായിട്ടായിരിക്കും നമ്മൾ ആ ഒരു ലോഡ് കൊടുക്കുന്നുണ്ടാവുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക? അപ്സെറ്റിംഗ് എന്ന് പറയുന്നുണ്ടാവുക. ചിത്രത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്നതാണ് നമ്മൾ അപ്സെറ്റിംഗ് പ്രോസസ്. ഓക്കെ, നമ്മൾ ആ ഒരു എന്താണ് ഹാമർ വെച്ചിട്ട് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നു along the direction of the axis. അല്ലെ, ഇത്തരത്തിൽ ആക്സിസിന് along ആയിട്ടായിരിക്കും നമ്മൾ അത് ലോഡ് കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. അപ്പൊ എന്താണ്, അവിടെ ലെങ്ത് കുറഞ്ഞുകൊണ്ട് ക്രോസ് സെക്ഷൻ ഏരിയ കൂടുന്നു അല്ലെ. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് അവിടെ നടക്കുന്ന പ്രോസസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് അപ്സെറ്റിംഗ്. അപ്പൊ അപ്സെറ്റിംഗ് തന്നെ 3 തരത്തിലുണ്ട്. എന്താണ്, എൻഡ് അപ്സെറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സെന്റർ അപ്സെറ്റിംഗ് ഉണ്ട്, ജമ്പിംഗ് ഉണ്ട്. അപ്പൊ എൻഡ് എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന എൻഡ് ആണ്. കാര്യം ആ ഒരു എൻഡ് പോർഷൻ മാത്രമാണ് നമ്മൾ അപ്സെറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ സെന്റർ പോർഷൻ ആണ്. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് സെന്റർ അല്ലെ, ദാറ്റ് ഈസ് സെന്റർ അപ്സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി മൊത്തമായിട്ട് ആ ഒരു എൻറ്റയർ ലെങ്ത് എന്താണ് ഒരു ഷേപ്പിലേക്ക് മാറ്റുകയാണ് അല്ലെ. എൻറ്റയർ ലെങ്ത് ആണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതിനെ പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ജമ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള 3 ടൈപ്പ് എന്താണ് അപ്സെറ്റിംഗ് പ്രോസസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. അപ്സെറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻക്രീസ് ചെയ്യുക, കറസ്പോണ്ടിങ് ലെങ്ത് കുറയ്ക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ചോദ്യം ഇതാണ്, ദ പ്രോസസ് ഓഫ് ജോയിനിങ് സ്ലിപ്പ് ഗേജ് ഈസ് നോൺ ആസ്. അപ്പൊ നമ്മളുടെ അറിയാം സ്ലിപ്പ് ഗേജുകൾ അല്ലെ. സ്ലിപ്പ് ഗേജുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ് എന്താണ്? സോ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താ ഉത്തരം എന്താ? ഓപ്ഷൻ എ അഡ്ഹസീവ്, ഓപ്ഷൻ ബി കോസീവ്, ഓപ്ഷൻ സി റിംഗിങ്, ഓപ്ഷൻ ഡി ഫിറ്റിംഗ്. അപ്പൊ ഇവിടെ എന്താണ് ശ്രദ്ധിക്കുക? ദാറ്റ് ഈസ് പ്രോസസ് ഓഫ് ജോയിനിങ് സ്ലിപ്പ് ഗേജ്. സ്ലിപ്പ് ഗേജുകൾ ജോയിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ് ഏതാണ്? സോ ഇവിടെ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ സി റിംഗിങ് ആണെന്ന് ഓർത്തിരിക്കാം. റിംഗിങ്. അപ്പൊ റിംഗിങ് എന്ന് പറയുന്ന പ്രോസസ് നമ്മൾ സ്ലിപ്പ് ഗേജ് എല്ലാവരും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടാവും. അതായത് നമുക്കറിയാം ആ ഒരു 90 ഡിഗ്രി നമ്മൾ ആ ഒരു 2 ഗേജുകൾ വെച്ചുകൊണ്ട് തിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരേ ഡയറക്ഷനിലേക്ക് മാറ്റുന്നുണ്ടാവും അല്ലെ. സോ അത്തരത്തിൽ നമുക്ക് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് റിംഗിങ് എന്ന് പറയുന്നത്. സോ അത് ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് ദ പർട്ടിക്കുലർ സൈസ് ക്യാൻ ബി built up by ringing individual slip gauge together. ഓരോ സ്ലിപ്പ് ഗേജുകൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡയമെൻഷൻ നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആ ഓരോ ഇൻഡിവിജ്വൽ സ്ലിപ്പ് ഗേജുകൾ വെക്കുന്ന ആ ഒരു പ്രോസസ്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിംഗിങ് എന്ന് പറയുന്നത്. സോ റിംഗിങ് ഈസ് ദ ആക്ട് ഓഫ് ജോയിനിങ് ദ സ്ലിപ്പ് ഗേജസ് ടുഗദർ വൈൽ ബിൽഡിംഗ് അപ്പ് ടു സൈസ്. ഇത്തരത്തിൽ ആ ഒരു സ്ലിപ്പ് ഗേജ് കൊണ്ട് ആ ഒരു സൈസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണെന്ത്, അല്ലെങ്കിൽ ആ ഒരു ജോയിനിങ് പ്രോസസ് ആണെന്ത്, നമ്മുടെ റിംഗിങ് എന്ന് പറയുന്നത്. ആദ്യം അത് 90 ഡിഗ്രി വെച്ചതിന് ശേഷം അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ലെങ്തിലേക്ക് എത്തുക. സോ അതിനുശേഷം ഒരേ സൈഡിലേക്ക് എത്തുക. അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് വെക്കുക. സോ ഇത്തരത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? റിംഗിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം. കാണും വരെ നന്ദി, നമസ്കാരം.